ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലായിട്ട് തന്നെയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഉപ്പിൻ്റെ പാത്രമാണ് കേട്ടോ. ഇവിടെ ഉപ്പൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പാത്രം കാലിയായപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് ബേസ് കോട്ട് ചെയ്യാതെ കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എങ്ങനെയുള്ള ബോട്ടിലായാലും കുഴപ്പമില്ല, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. കളർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് അപ്പോൾ നമുക്ക് ഒരു കളറ് അത്രയും കളർ നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ബേസ് കോട്ട് കൊടുത്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഇലയാണ്. ഇതുപോലെയല്ല, ഏത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഇലയും ബോട്ടിലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇല എടുത്തിട്ട് ഇലയുടെ മുകളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കണം കേട്ടോ. കുറച്ച് സമയം വെക്കുമ്പോൾ നമ്മുടെ ഇലയ്ക്ക് എന്തെങ്കിലും മടക്കോ വളവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോഴാണ് നമുക്ക് ഈ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ പുറത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇലയാണ്. എന്ത് ഇലയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇനി നമ്മൾ ഈ ലീഫിലോട്ട് നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കളേഴ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ കൊടുത്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. ബാക്കി എല്ലാ മെത്തേഡുകളും ചെയ്തപ്പോഴും അത് അത്ര അങ്ങോട്ട് ഭംഗിയായിട്ട് വന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു കളർ കൊടുക്കും, പിന്നെ അടുത്ത കുറച്ച് ഭാഗത്ത് വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു റെഡ് കൊടുത്തു, അതിനുശേഷം നമ്മളിപ്പോൾ ഒരു യെല്ലോ ആണ് കൊടുക്കുന്നത്. കളറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കയ്യിലുള്ള കളർ അനുസരിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടെ നല്ല ഫ്ലൂറസൻറ്റ് കളേഴ്സൊക്കെ ആണെങ്കിലാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ യെല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. റെഡും യെല്ലോയും കൂടെ മിക്സായി പോയി, അപ്പോൾ ഒന്ന് നന്നായിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബോട്ടിലിൻ്റെ ബേസ് കോട്ട് നമ്മൾ എപ്പോഴും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കൊടുത്തിട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പെയിൻറ്റ് ഏതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ ലീഫിൽ കൊടുക്കുന്ന ഈ കളറുണ്ടല്ലോ, ഇത് ആ ബേസ് കോട്ടിന് മാച്ചായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന കളർ കൊടുക്കണമെന്നോ ഇന്ന പോലെ ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഓരോ കളേഴ്സ് ലൈൻ പോലെയാണ് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഡോട്ട് പോലെ കൊടുക്കാം. ഒരു സൈഡിൽ ഇത് കൊടുത്തിട്ട് ഒരു സൈഡ് വേറെ കൊടുക്കാം. 2 കളർ മാത്രം കൊടുക്കാം, 3 കളർ മാത്രം കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ലീഫും എന്ത് വേണമെങ്കിൽ കളർ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പല കളറുകളും പല ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെഡ് ഒന്നും കൂടെ ഒന്ന് കൊടുക്കുകയാണ്. അത് അത്ര അങ്ങോട്ട് ഡാർക്കായില്ല, അതുകൊണ്ടാണ് ആ റെഡ് കളറ് നമ്മളൊന്നും കൂടെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സൊക്കെ നമ്മൾ കൊടുക്കാം. 1 കളറോ 2 കളറോ അതൊക്കെ നമ്മൾക്ക് അവൈലബിലിറ്റിയും നമ്മുടെ ഇഷ്ടവും ക്രിയേറ്റിവിറ്റിയും ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ പല കളേഴ്സൊക്കെ കൊടുക്കാം. ബേസ് കളർ നമ്മൾ എപ്പോഴും ബേസ് കളർ ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോട്ടിലുമ കളർ ഉണ്ടെങ്കിൽ ആ കളർ തന്നെ നമുക്ക് വെക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ബോട്ടിലുമ വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത്രയും കളേഴ്സ് കൊടുത്ത് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഓക്കെ, വളരെ സ്ലോലി വെക്കുക കേട്ടോ. നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ തണ്ട് പോലെ നീളത്തിലിട്ടിട്ട്, എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ലീഫുമേലത്തെ ഒരു സ്ട്രോക്ക് പോലെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതുമേലോട്ട് പിടിക്കാം. എന്താ പറയുക, സ്ട്രോക്കല്ല, വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഡിസൈൻ അതിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ പ്രസ് ചെയ്തപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് അതിൽ വന്നു. ഇനി വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കൊടുക്കാം, പക്ഷെ അത്രയും കളറ് കുറച്ച് കുറയും കേട്ടോ, അത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. പിന്നെ ഒരേ സൈഡ് ഉണങ്ങിയതിന് ശേഷം ഒരേ സൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്താ വെച്ചാൽ പെയിൻറ്റ് ഇപ്പുറത്തോട്ടൊന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ നല്ലത് കേട്ടോ. കണ്ടോ, ആദ്യത്തെ കളറിൻ്റെ അത്ര കളറ് അപ്പുറത്തോട്ട് വന്നില്ല. ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ ലൈറ്റായിട്ടിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ടോപ്പിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. ഇവിടെ ഒന്ന് ഞാൻ കൊടുത്ത് നോക്കിയതാണ് കേട്ടോ. താഴെ അത്ര ഒരേ കളറാകുമ്പോൾ അത്ര ഭംഗിയില്ല കേട്ടോ. ഞാനിപ്പോൾ ബോർഡർ പോലെ കൊടുക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് അത്ര ഭംഗിയായിട്ട് വന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇത് 3rd ടൈംസ് നമ്മൾ വെക്കുമ്പോൾ ഒന്നും കൂടെ ലൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് മുകളിൽ നിന്ന് ഡാർക്ക് കളേഴ്സ് കൊടുത്ത് പിന്നെ സെക്കൻഡ് ലൈനിൽ അത് കൊടുത്ത്, വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ 3 കളേഴ്സിൽ നമുക്ക് കിട്ടും. കണ്ടോ, 1 2 3 ഇങ്ങനെ പല കളേഴ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് തന്നെ നമുക്ക് ഒന്ന് കളറ് മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ടൈമിൽ ഈ ഒരു കളർ കൊടുക്കാം, നെക്സ്റ്റ് ടൈം നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതിൽ വേറൊരു കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കളറാണ് ഞാൻ
ലീഫിൽ കൊടുത്തത്. ലീഫ് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ പെയിൻ്റൊക്കെ പോയി പുതിയ കളർ കൊടുക്കും. കണ്ടോ, ഒരു യെല്ലോ കൊടുത്ത് ഒരു വേറെ കളർ കൊടുത്തു. യെല്ലോവും ബ്ലൂവും ഓറഞ്ചും മാത്രമായിട്ട് നമ്മൾ കൊടുത്തെടുത്തു. കണ്ടോ, ഇതുപോലെ നമുക്ക് കൊടുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകത വരും കേട്ടോ. ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് ഞാൻ ഉണങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിട്ട് ഉണ്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്കിതുപോലെ കളർഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോട്ടിൽ ചെയ്തെടുക്കാം. കളറുള്ള ബോട്ടിലുകളൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർട്ടായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ ഡ്രോയിങ് മോഡേൺ ആർട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ആർട്ട് നമ്മൾ ബോട്ടിലിൽ കൊണ്ടുവന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.